മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സുവിശേഷം 12-ാം അധ്യായം 15-ാമത്തെ വാക്യം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 15. ഇത് മനസ്സിലാക്കിയ ഈശോ അവിടെ നിന്ന് പിൻവാങ്ങി അനേകം പേർ അവനെ അനുഗമിച്ചു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ചെറുപ്പകാലത്ത് ആറ്റിലൂടെ യാത്ര ചെയ്തു ഓർക്കുന്നു. ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ സ്ഥലം പരിചയപ്പെടുത്തിക്കൊണ്ട് ആ വള്ളക്കാരൻ പറഞ്ഞു, ഇത് സവർണര് കുളിക്കുന്ന കടമാണ്. ഇവിടെ അവർണരായിട്ടുള്ളവർ കുളിക്കുന്നില്ല, അവർക്ക് വേറെ കടമാണ്. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുഴക്കറിയാവോ ആരാ സവർണൻ ആരാ അവർണരെന്ന്? എല്ലാവരെയും അവൻ കുളിപ്പിക്കുന്നു, അവൻ ക്ലീനാക്കുന്നു എന്ന് ഇയാൾ പറഞ്ഞു നിർത്തി. പക്ഷേ ഇന്നത് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത മറ്റൊന്നുമല്ല. ഈശോ ഇവിടെ തന്റെ അടുത്തേക്ക് വരുന്നവരെ എല്ലാം സുഖപ്പെടുത്തുകയാണ്. നീ യഹൂദനാണോ, നീ പുറജാതിക്കാരനാണോ, നീ എന്നെ അനുഗമിക്കുന്നവനാണോ എന്നൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് പരിമിതികളില്ലാതെ, പരിധിയില്ലാതെ ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അവിടെ മതമോ ജാതിയോ ഒന്നും നമ്മളെ പരിഗണിക്കരുത്. നമ്മുടെ ഒരു സഹോദരൻ, ദൈവത്തിന്റെ ഒരു മകൻ, അയാൾ വിഷമിക്കുന്നുവെങ്കിൽ നമുക്കാവുന്നത് നൽകാനും ഇടപെടുവാനും സാഹോദര്യം പുലർത്തുവാനും നമുക്ക് കഴിയണം. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഇന്നവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നതല്ല. പിന്നെയോ ദൈവം നമുക്ക് തരുന്ന വ്യക്തികൾ, നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നവർ ദൈവം നമുക്ക് തന്നവരാണ്. അവരെ സ്വന്തമായി കാണാൻ, അവർക്ക് കഴിയുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും ഒക്കെ അങ്ങനെയുള്ളവർ വരാറുണ്ട്. അവരെ അതിരില്ലാതെ സ്നേഹിക്കുക, അതിർത്തിയില്ലാതെ സ്നേഹിക്കുക എല്ലാവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.